അങ്ങനെ ഇന്നലെ രാത്രിയിൽ ഇവിടെ എത്തിയതാണ്. ഷിപ്പിലേക്ക് സാധനങ്ങൾ നിറക്കാനും പെട്രോൾ അടിക്കാനും ഒക്കെ ആയിട്ട് അവർക്ക് 12 hours വേണമായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ടാങ്ക് എടുത്തൊക്കെ എടുക്കുക സെയിൽ ചെയ്യാനായിട്ട് ഉള്ള തയ്യാറെടുപ്പുകളാണ്. ഗ്യാങ്ങിലായിട്ട് നമ്മള് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. വേറെ ചെറിയ ബോട്ടുകളൊക്കെ ഇതിന്റെ അടുത്തുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം മാറിപ്പോവാണ്. ഇനി 7 മണിക്ക്, അതായത് ഇനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ യോഗ സെഷനുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും യോഗ സെഷനുണ്ട്. ഞങ്ങളുടെ ഓഷ്യൻ എൻഡവറിന്റെ എഞ്ചിൻ ഇതാന്ന് തോന്നുന്ന ഏറ്റവും മുകളിലത്തെ നില. ആ കൊച്ചു ബോട്ടിന്റെ പരിപാടികൾ മനസ്സിലായി. അത് പൈലറ്റ് ബോട്ട്സ് ആണ്, നമ്മുടെ ഷിപ്പിനെ തിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കുഞ്ഞു ബോട്ട് ഞങ്ങളുടെ ഷിപ്പിനെ ലീഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാലുമൊക്കെ കാണാം അവിടെ. ഞങ്ങളുടെ ഷിപ്പിനെ വലിച്ചോണ്ട് പോകുന്നു വേറൊരു കൊച്ചു ബോട്ട്. കാണാൻ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഷിപ്പ് പതുക്കെ ഇങ്ങനെ തിരിഞ്ഞു പോകുന്നതാണ്. അത് ഞങ്ങളുടെ എക്സ്പെഡിഷൻ ലീഡറാണ്. ഞാൻ സ്റ്റില്ലായിട്ട് പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഷിപ്പ് തിരിയുന്ന കാണാം. ഓ, ഇപ്പം മറ്റേ കുഞ്ഞു ബോട്ട് കാണാൻ പറ്റുന്നില്ല, അങ്ങനെ തിരിഞ്ഞ് പോകുന്നത്. അപ്പോൾ ഉറുഗ്വേക്ക് ഞങ്ങൾ ടാറ്റ പറയുകയാണ്. ഭയങ്കര അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ആ രീതിയിലുള്ള ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതും കഴിഞ്ഞ് ഇപ്പം സേഫ്റ്റി ഡ്രില്ല്, അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ടത്, ലൈഫ് ബോട്ട് എങ്ങനെയാണ് കയറേണ്ടത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ലൈബ്രറി. കുറേ ബുക്സൊക്കെ ഉണ്ട്. ആ കേൾക്കുന്നതാണ് എമർജൻസി സിഗ്നലാണ്. ഞങ്ങളെ അസംബിൾ ചെയ്യാനായിട്ടുള്ള സിഗ്നലാണ് ആ കേൾക്കുന്നത്. ഇത് ലിൻഡ ഈസ് ഫ്രം കാനഡ. And that is Judy. Judy is also from Canada. അവർ 2 പേർക്ക് 80 വയസ്സാണ്. 2 പേരും 4 വയസ്സ് തൊട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ അവർ 80ാമത്തെ വയസ്സിൽ ഒന്നിച്ച് അന്റാർട്ടിക്ക. Should be facing away from you. Remove your glasses, then place the life jacket over your head. ലൈഫ് ബോട്ടിന്റെ ഡ്രില്ലെല്ലാം കഴിഞ്ഞു. അടുത്തത് ഇനി ബ്രീഫിംഗ് ആണ്. നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഐഡിയ കിട്ടാനായിട്ട്. സ്റ്റിഫാനി ഞങ്ങളുടെ എക്സ്പെഡീഷൻ ലീഡർ.
എന്ത് രസമെന്നറിയോ, ഈ ക്രൂവിൻ്റെ ഒരു പ്രത്യേകതയാണ് കൂടുതലും സ്ത്രീകളാണ്. ഐ മീൻ ലീഡിങ് അല്ല, എക്സ്പെഡീഷൻ ടീം ലീഡ് ചെയ്യുന്ന ലേഡിയാണ്, അഡ്മിനിസ്ട്രേഷൻ ലീഡ് ചെയ്യുന്ന ലേഡിയാണ്, പിന്നെ ഒരുപാട് ലേഡി ക്രൂ ആണുള്ളത്. Super stoked to be out here. We're out at sea and we are on our way. And I can guarantee you, we are full steam ahead to South Georgia. We get a round of applause. Woo! ഇങ്ങനെ ക്ലിങ് ക്ലിങ് ആയിക്കൊണ്ടിരിക്കണേ, ക്ലിങ് ക്ലിങ്. ഇന്നത്തെ ബ്രീഫിങ്ങിൽ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് എങ്ങനെയാണ്, അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ദിവസങ്ങളുണ്ട്. ഷിപ്പ് ഡേയ്സും ഉണ്ട്, ഷോർ ഡേയ്സും ഉണ്ട്. ഷിപ്പ് ഡേയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യാത്ര, ഇപ്പം ഇവിടെ നിന്ന് ഇനി ഞാൻ സൗത്ത് ജോർജിയയിൽ എത്തുന്നത് 4 ദിവസം കഴിഞ്ഞു. അപ്പോൾ 4 ദിവസം ഷിപ്പ് ഡേയ്സ് ആണ്. അപ്പോൾ ഈ ഷിപ്പ് ഡേയ്സിൽ നമുക്കിവിടെ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഷോർ ഡേയ്സിൽ ഷോറിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കുറേ കാര്യങ്ങൾ, അങ്ങനെ കുറേ ഡിസ്കഷൻ. പിന്നെ ഇതിനകത്തൊരു ബൊട്ടീക്ക്, ഒരു ഷോപ്പുണ്ട്, സ്പാ ഉണ്ട്. അങ്ങനെ അതിനെക്കുറിച്ചും അതിൻ്റെ റണ്ണിങ്ങിനെ കുറിച്ചും അതിൻ്റെ സമയത്തെക്കുറിച്ചും ഒക്കെ അവരൊരു ഇൻഫർമേഷൻ തന്നു. പിന്നെ എല്ലാ ദിവസവും 2 കാര്യങ്ങളാണ് നമ്മുടെ ഓരോ ദിവസത്തെയും ഷെഡ്യൂൾ തീരുമാനിക്കുക. ഒന്ന് വിൻഡിൻ്റെ സ്പീഡും വേവിൻ്റെ ഹൈറ്റും. അപ്പോൾ അതെങ്ങനെ ആയിരിക്കും എന്നുള്ളത് അവർ ബ്രീഫ് ചെയ്യും എന്നാണ് പറഞ്ഞത്. സോഫാർ അടുത്ത 2 ദിവസം ഭയങ്കര ഫേവറബിളാണ്. നല്ല വിൻഡാണ്, നല്ല വേവ് സൈസും വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. എല്ലായിടത്തും ഇങ്ങനെ TV വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ഫുൾ ആക്ടിവിറ്റീസ് എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്കൊരു കോഫി സ്റ്റേഷനുണ്ട്, അത് ഫ്രീ ആണ്. എപ്പോൾ വേണേലും ചായയും കാപ്പിയൊക്കെ നമുക്ക് കുടിക്കാവുന്നതാണ്. അത് ഈ ലൈബ്രറിയുടെ തൊട്ടടുത്താണ്. ലഞ്ച് കഴിക്കാൻ എത്തിയതാണ്. ലഞ്ച് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ലഞ്ച് ഭയങ്കര ഗ്രാൻഡാണ്. ഇത് സാലഡിൻ്റെ മാത്രം സെക്ഷനാണ്. പിന്നെ മീറ്റുണ്ട്, ഫ്രൂട്ട്സ്, ചീസ്, പിന്നെ ഹോളായിട്ടുള്ള ഫ്രൂട്ട്സ്, ബൺ, സൂപ്പ് വേണം സൂപ്പ് കുടിക്കാം, സാൻഡ്വിച്ച്. പിന്നെ ഒരുപാട് രാജ്യങ്ങളിലെ വെറൈറ്റീസ് കാണാം. ഇത് ഒരു പൈ ആണ്, ഷെപ്പേർഡ് പൈ. പിന്നെ ചിക്കൻ, പോർക്ക്, നൂഡിൽസ് അല്ല കേട്ടോ, പാസ്ത, ഏഷ്യൻ വെജിറ്റബിൾസ്. പിന്നെ ഇവിടെ നമുക്ക് ഇത് ഫ്രീ ഡ്രിങ്ക്സ് ആണ്. ഇത് കൂടാതെ വേണമെങ്കിൽ ബാറിൽ നിന്നും ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യാം. പിന്നെ സീസർ സാലഡിൻ്റെ ഒരു കൗണ്ടർ ഇവിടെ ഉണ്ട്. എനിക്ക് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ അവർ ഉണ്ടാക്കി തരും. പിന്നെ എന്തോ ഒരു സ്പോഞ്ച് പുഡിങ്ങും ക്രീം കസ്റ്റാർഡ് അന്നത്തെ ഡെസേർട്ട്, കുക്കീസ്, മൂസ്, സാധനങ്ങളെല്ലാം. നന്നായിട്ടൊന്ന് ഉറങ്ങി, നന്നായിട്ട് വെച്ചാൽ 3-4 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞിട്ട് ഇച്ചിരി ഒരു ആശ്വാസമുണ്ട്. ഇപ്പോഴും തലയ്ക്ക് ഭയങ്കര കനം. എനിക്കൊന്ന് ഗുളിക കഴിച്ച് തന്നെയാന്ന് തോന്നുന്നു. എനിക്ക് പുറത്തിറങ്ങി കാറ്റ് കൊള്ളാൻ നോക്കുമ്പോൾ ഇവിടെ സീ ഭയങ്കര റഫാണ്. അപ്പം അതുകൊണ്ട് പുറത്തോട്ടുള്ള എല്ലാ ഇതും അവർ അടച്ചു. ജനലിൽ കൂടെ സീയെ കാണിച്ചു തരാം. ഇവിടെ ഒരു ഹിസ്റ്ററി ക്ലാസ് ഉണ്ടായിരുന്നു. അവർ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തില്ല. അവർ അന്റാർട്ടിക്ക ആദ്യം മുതൽ, അതായത് 2500 വർഷം മുമ്പ്
അരിസ്റ്റോട്ടിൽ ഇങ്ങനൊരു കോണ്ടിനെൻ്റ് ഉണ്ടെന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ തൊട്ട് ഒരു 100 വർഷം മുമ്പ് വരെയുള്ള ചരിത്രമാണ് കഴിഞ്ഞ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞത്. ശരിക്കും കഴിഞ്ഞ 100 വർഷമാണ് ഒരുപാട് ചേഞ്ചസ് വന്നത്. അത് എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ഒരു ഇതിലായിരിക്കും എടുക്കുക. സീ കാണാവുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ചു. നല്ല തണുപ്പായി തുടങ്ങി. അടുത്ത ഇന്നത്തെ റിവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സൺസെറ്റ് കാണാൻ പോകണം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാ ദിവസവും സൺസെറ്റ് കാണുമെങ്കിൽ ആദ്യത്തെ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. അടുത്ത ദിവസം തുടങ്ങിയാണ് ഞങ്ങളുടെ കപ്പൽ ജീവിതത്തിൻ്റെ. ഇന്നും സീ അത്യാവശ്യം പ്രക്ഷുബ്ധമാണ്. പിന്നെ നമ്മളിങ്ങനെ കള്ളുടിച്ചപ്പരെ പോലെയാണ് നടക്കുന്നത്. ഒരു ഫുള്ളി പാക്ഡാണ്. രാവിലെ തൊട്ട് ഓരോ ക്ലാസ്സുകളുണ്ട്. ഇന്ന് വെയിൽസിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. അതിനു മുമ്പ് ഞാനൊന്ന് വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ചു. എന്തോ ഒരു സൈറ്റിംഗ് ഉണ്ടായെന്ന് തോന്നുന്നു. എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടുകൂടി ഇപ്പം എല്ലാവരും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഇതാണ് ഞങ്ങളുടെ നോട്ടീലിയസ് ലോഞ്ച്. ഇവിടെ വെച്ചിട്ടാണ് എല്ലാ ക്ലാസ്സുകളും നടക്കുന്നത്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അടുത്ത ക്ലാസ് തുടങ്ങും. ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്രിഡ്ജിലാണ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ക്യാപ്റ്റൻ വർക്ക് ചെയ്യുന്നത്. ഇവരുടെ എന്താണ് ക്വാർട്ടർ മാസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കും, ഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ക്വാർട്ടർ മാസ്റ്റർ ഇരിക്കുന്നതൊക്കെ ഈ ഡെക്കിലാണ്. അവിടാണ് നല്ല വ്യൂ ആണ്. ഇന്നാണ് ഈ സാധനം പിടികിട്ടിയത്. ഇവിടെ ആണെങ്കിൽ ബൈനോക്കുലേഴ്സ് ഉണ്ട് പുറത്തോട്ട് നോക്കാനായിട്ട്. ഇതാണ് ക്വാർട്ടർ മാസ്റ്റർ. ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരിക്കുമായിരുന്നു. ഇപ്പം ഒരു ചായ കുടിക്കാൻ അങ്ങോട്ട് പോയി. ഇതാണ് ക്യാപ്റ്റൻ ജാക്ക് ഫ്രം സൗത്ത് ആഫ്രിക്ക. ഞങ്ങളുടെ ഷിപ്പിന്റെ ക്യാപ്റ്റനാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡെക്കിൽ നിൽക്കുന്നത് ക്ലൗഡ് ഒബ്സർവേഷൻ നടത്താനായിട്ടാണ്. അതായത് സിറ്റിസൺ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ ആ സിറ്റിസൺ ഇനിഷ്യേറ്റീവിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഓരോ സയൻറ്റിഫിക് റിസർച്ചിലും. അപ്പോൾ ഇന്നിവിടെ ക്ലൗഡ് ഒബ്സർവേഷൻ, അതായത് സാധാരണ സാറ്റലൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ക്ലൗഡിൻ്റെ മുകൾ ഭാഗം വരെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തന്നെ ആവണം എന്നില്ല എന്നുള്ളത് കൊണ്ട് ആ ക്ലൗഡിൻ്റെ താഴെ നിന്നുള്ള ഒബ്സർവേഷൻസ് ആണ് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. താല്പര്യമുള്ള ആർക്ക് വേണേലും നമുക്ക് ചേരാം. അപ്പോൾ ഒരു ലീഡ് ഗൈഡുണ്ട്, അവരുടെ കയ്യിലൊരു ആപ്പുണ്ട്. അപ്പോൾ ആ ആപ്പിലോട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിലവർ നമ്മുടെ ആകാശത്ത് കാണുന്ന ക്ലൗഡ്സ് 3ആയിട്ട് തിരിച്ചിരിക്കുക. ഹൈ ലെവൽ, ലോ ലെവൽ, മിഡിൽ ലെവൽ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ ഓരോ ക്ലൗഡിൻ്റെയും ഷേപ്പ്, ക്ലൗഡിൻ്റെ ഒപ്പാസിറ്റി, എത്ര ശതമാനം സ്കൈ ഇൻവോൾവ് ആണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഓരോന്നിനും ഉത്തരം ഒരുമിച്ച് ഒരു യുനാനിമസ് ഉത്തരം ഉണ്ടാക്കിയിട്ട് ആ ആപ്പിലോട്ട് ഫീഡ് ചെയ്യും. അപ്പം അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആപ്പിൽ ഫോട്ടോ എടുക്കണം ക്ലൗഡിൻ്റെ, അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. Tilt it like front and back like that way. So yay! Nice. It's like a അവിടെ നീല കാണുന്നത് ജക്കൂസിയാണ്. നമുക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ജക്കൂസിയിൽ വന്ന് കിടക്കാം. ഇന്നാണ് ഞാൻ നമ്മുടെ സോഡിയാക്സ് കാണുന്നത്. സോഡിയാക്സും കയാക്സും. ആ കളറുള്ളത് കയാക്സ് ആണ്. അപ്പം ഇനി ഞങ്ങൾ ഇനി 2-3 ദിവസം കൂടെ സീലാണ്. അതിനുശേഷം സൗത്ത് ജോർജിയ എന്ന് പറഞ്ഞ ഐലൻഡിലെത്തും. അപ്പോൾ ഐലൻഡിലോട്ട് നമുക്ക് എല്ലാ ദിവസവും ഈ സോഡിയാക്ക്, ഇതിൻ്റെ ബാക്കി കാണുന്ന സോഡിയാക്കിലാണ് ഞങ്ങൾ 10 പേരെയാണ് ഒരു സോഡിയാക്കിൽ കരയിലെത്തിക്കുക.
പിന്നെ കയാക്കിന് അപ്ലൈ ചെയ്തവർക്ക് കയാക്കിങ് ചെയ്യാം. കയാക്കിങ്ങിന് ഏകദേശം അതായത് 5-6 ദിവസമുണ്ട്. ആ 5-6 ദിവസത്തെ കയാക്കിങ് എക്സ്പെഡീഷന് 1 ലക്ഷം രൂപയാണ്. അപ്പം ഞാൻ കയാക്കിങ് കൊടുത്തിട്ടില്ല. ഡേ കയാക്ക് ഉണ്ട്, അതായത് ഒരു ദിവസം നമുക്ക് കയാക്ക് ചെയ്യാം. അപ്പം അതിനാണ് ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. താഴത്തെ ഡെക്കെല്ലാം കൂടുതലും ഫോട്ടോഗ്രാഫേഴ്സാണ്. ഇന്നെന്തോ വെയിലിൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. കാരണം ഞങ്ങളിപ്പോൾ വെയിൽ ടെറിട്ടറിയിൽ എൻ്റർ ചെയ്തു. അപ്പം ഇനി കൂടുതൽ വെയിൽ ഫൈൻഡിങ്സ് ഉണ്ടാവും. ഈ ഡേ കയാക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളെ കുറിച്ച് ഇവിടെ പറയും. Pogies are actually an excellent way to keep your hands warm. They're like neoprene, kind of like oven mitts. When we're on the water, bringing a water bottle. ഇനിയിപ്പോൾ കടലിലെ 3-ാമത്തെ ദിവസമാണ്. ഇന്നലെ ഗുളിക എടുത്തില്ല പകല്. വൈകിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഛർദ്ദിക്കാൻ വരുന്ന പോലെയും എല്ലാം ആയിട്ട് വേഗം ഗുളിക എടുത്ത് കഴിച്ച് 6 മണിക്ക് കിടന്നുറങ്ങി. ഇന്ന് രാവിലെ 7 മണി വരെ കിടന്ന് സുഖമായി ഉറങ്ങി. ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. 7:30 യോഗ സെഷനുണ്ട്. ഇന്നലെ ഒന്ന് അറ്റൻഡ് ചെയ്തു. ഇന്നലെ വൈകിട്ട് അറ്റൻഡ് ചെയ്തു, രാവിലെ അറ്റൻഡ് ചെയ്തില്ല. ഇന്നിപ്പം വൈകിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നു, രാവിലെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നു. ഇതാണ് ഞങ്ങളുടെ യോഗ. Now, having been a diver, expedition leader, station manager at Palmer Station, and currently working with the IATA Secretariat, ഞങ്ങൾക്ക് നേരത്തെ ബയോസെക്യൂരിറ്റിയുടെ ഒക്കെ ക്ലാസ് എടുത്തു വന്നു. അത് കഴിഞ്ഞിപ്പം ഞങ്ങളുടെ അതായത് ഷോറിൽ ലാൻഡിൽ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം എല്ലാം ക്ലിയർ ആയിരിക്കണം. അപ്പം അതിൻ്റെ സാധനങ്ങൾ വാക്യൂം ചെയ്യുക. ബയോസെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട്, അതായത് ഇപ്പോൾ ഏവിയൻ ഫ്ലൂ ഒക്കെ ഭയങ്കര കോമൺ ആണ്. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് സാധനം നമ്മുടെ ബോഡിയിൽ വെക്കുന്നു അത് വാക്യൂം ചെയ്യണം. ബയോസെക്യൂരിറ്റി കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ ബൂട്ട്സ്, നമുക്കിവിടുന്ന് അവർ ഫ്രീ ആയിട്ട് ബൂട്ട്സ് തരും, മഡ് ബൂട്ട്സ്. അപ്പോൾ ആ സാധനം ഇട്ട് നോക്കി കറക്റ്റ് ചെയ്യാൻ വന്നതാണ്. നമ്മൾ ഓൾറെഡി അവർക്ക് നമ്മുടെ ഷൂ സൈസ് അയച്ചു കൊടുത്തിരുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. എനിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു, അപ്പോൾ അവർ മാറ്റും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ജാക്കറ്റും അവർ റെൻറ്റിന് തരുന്നു. റെൻറ്റിനല്ല, ഫ്രീ, നമുക്ക് ഈ എക്സ്പെഡീഷൻ ടൈമിൽ ഉപയോഗിക്കാൻ തരുന്നുണ്ട്, വാട്ടർ പ്രൂഫായിട്ടുള്ളത്. ഞങ്ങളുടെ ബയോസെക്യൂരിറ്റി പരിപാടിയെല്ലാം കഴിഞ്ഞു. കടലിത് ഭയങ്കര റഫാണ്. ഇതുവരെയുള്ളതിൽ ഏറ്റവും റഫായിട്ടുള്ളൊരു ദിവസമായിരുന്നു. പുറത്ത് തണുപ്പ് ഇപ്പം 11-12 ആ ഡിഗ്രിയാണ് തണുപ്പ്. രാവിലെ യോഗ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇന്ന് ഭയങ്കര റഫാണ് സീ. തൊട്ടിലിങ്ങനെ ഇട്ടാടുന്ന പോലെയാണ്. യോഗ ചെയ്യുമ്പോൾ മുറിയിൽ നിന്ന് നമ്മൾ ജനാലയിൽ കൂടെ പുറത്ത് നോക്കിയാൽ ആദ്യം ഇങ്ങനെ ചക്രവാളം കാണും, കുറച്ച് കഴിയുമ്പോൾ ചക്രവാളം കാണത്തില്ല, പിന്നെയും ചക്രവാളം പൊങ്ങി വരും. അങ്ങനെയായിരുന്നു. ഞാൻ സ്റ്റഡി ആയിട്ട് പിടിച്ചിരിക്കുക. ഒരു സൈഡിൽ നല്ല വെയിലുണ്ട്, കാറ്റടിക്കുന്നതാണെങ്കിൽ നല്ല തണുത്ത കാറ്റ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂല. ഇങ്ങനെ കടലും കണ്ടുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ. സോറി, ആ കാണുന്നതാണ് 4 മീറ്റർ സ്വെല്ലാണ്. അതായത് 4 മീറ്റർ ഉയരമുള്ള
തിരമാലയാണ് ഇപ്പം ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് 8, 10, 12 വരെയൊക്കെ എത്തുന്നതാണ് പറയുന്നത്. ഇപ്പൊ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 5-6 പേരിങ്ങനെ നിരന്ന് ഡെക്കിലിരിക്കുമായിരുന്നു. ഞാനിങ്ങനെ അകത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ഷിപ്പ് ഒലഞ്ഞതും ഈ കസേരയിലെല്ലാം കൂടെ ക്ലിക്കെന്ന് പറഞ്ഞിട്ട് താഴോട്ട്. ഇപ്പം ഞങ്ങൾക്ക് ഈ ഷിപ്പിൽ നിന്ന് ലാൻഡിലോട്ട് ഞങ്ങളിനി നാളെയോ മറ്റന്നാളോ അങ്ങോട്ട് സൗത്ത് ജോർജിയയിലെത്തും. അപ്പോൾ ഷിപ്പ് കുറച്ച് ദൂരെയാണല്ലോ ഇടുക. അപ്പോൾ സോഡിയാക്ക് എന്ന് പറയുന്ന ഒരു തരം ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള ബോട്ടിലാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിലെങ്ങനെ കയറണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സാണിപ്പോൾ. ഒരു കുറേ ക്ലാസ്സുകൾ വരുന്നുണ്ട്. ചിലത് മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ സൈൻ ചെയ്തിട്ടാണ് കയറ്റുന്നത്. ചിലത് വേണേ കേട്ടാൽ മതി. ഇപ്പോൾ ഹിസ്റ്ററി, ജിയോളജി അതൊക്കെ നമുക്ക് വേണേ കേട്ടാൽ മതി. പക്ഷേ മാൻഡേറ്ററി ആയിട്ടുള്ളത് നിർബന്ധം ആണ്. ഈ സൂര്യാക്കേണ്ടത് മാൻഡേറ്ററി ആണ്. An example of how we're going to prepare for an excursion. You're not bypassing the pontoon and doing a big step. The reason this guy is passing his backpack, lots of hands, stepping on the pontoon, stepping on the box. ഇന്ന് ഷിപ്പിലെ 6ാമത്തെ ദിവസമാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ഞങ്ങൾ സൗത്ത് ജോർജിയ എന്ന് പറഞ്ഞ ഐലൻഡിലെത്തും. പുറത്ത് ടെമ്പറേച്ചർ 0 ഡിഗ്രിയാണ്. ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഏകദേശം 3 ഉടുപ്പ് ഇട്ടിട്ടുണ്ട്. 1, 2, 3 ഉടുപ്പുണ്ട്. അതുകൂടാതെ ഇതുണ്ട്. അതുകൊണ്ടാണ് വലിയ തണുപ്പ് അറിയുന്നില്ല. പക്ഷെ മുഖത്തൊക്കെ ഇങ്ങനെ എന്താണ് ഐസ് കൊണ്ട് കുത്തുന്ന പോലെ അതുകൊണ്ട്. ഞങ്ങൾ ഇന്നലെ വരെ അറ്റ്ലാന്റിക് ഓഷ്യനിലായിരുന്നു. ഇന്ന് സതേൺ ഓഷ്യനിലാണ് സഞ്ചരിക്കുന്നത്. പണ്ട് നമുക്ക് നമ്മുടെ ഓഷ്യൻ താഴെ വരെയും, അതായത് ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ താഴെ വരെയും ഒരേ ഓഷ്യനായിരുന്നു. പക്ഷെ ഇപ്പം ഏറ്റവും താഴെ ഈ അന്റാർട്ടിക്കിന് ചുറ്റുമുള്ള റീജിയന് പുതിയതായിട്ട് കോയിൻ ചെയ്ത ഇതാണ് സതേൺ ഓഷ്യൻ. കാരണം അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയും അവിടുത്തെ ടെമ്പറേച്ചറും എല്ലാം മറ്റ് ഓഷ്യനിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് സതേൺ ഓഷ്യൻ എന്നുള്ളൊരു പേര് വന്നത്. അങ്ങനെ അന്റാർട്ടിക് കൺവേർജൻസ് ആണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അന്റാർട്ടിക് കൺവേർജൻസ് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ക്രോസ് ചെയ്തു. ഇതുവരെ സ്വിമ്മിംഗ് പൂള് ഒന്നും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ഇതുവരെ. അങ്ങനെ രാവിലെ തൊട്ട് അടുത്ത ലെവൽ ക്ലാസ്സുകളാണ്, ബേർഡ്സും എല്ലാം. So that's another potential endemic on the islands. Okay. So what's threatening these? ബേർഡ്സിനൊക്കെ ഇവിടെ ചാകരയാണ്. ഒരുപാട് തരം ബേർഡ്സ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെയുള്ള ബേർഡ്സിലെ സ്ഥിരം ഡെക്കിലാണതാ. ഇപ്പം അനൗൺസ്മെന്റ് ഉണ്ടായി, ഐസ്ബർഗ് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഡെക്കിലോട്ട് ഓടുവാണ് ഐസ്ബർഗ് കാണാനായിട്ട്. ഞങ്ങളുടെ ആദ്യത്തെ ഐസ്ബർഗാണ് ഈ ട്രിപ്പിലെ. ഐസ്ബർഗ് കണ്ടു തുടങ്ങി. And look at the face of it coming around. You're going to see all the carving where it's like carved off somewhere. Yeah. Oh, it's great. ഇന്ന് ഇവിടെ മാറ്റേ ക്ലാസ് നടക്കുവാണ്. മാറ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അർജന്റീന, ഉറുഗ്വേ, പരാഗ്വേ അങ്ങനത്തെ ഭാഗങ്ങളിലെല്ലാം ഉള്ള ഒരു കൈൻഡ് ഓഫ് ചായയാണ്. ഇല പ്രത്യേക രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നേക്കാം. ഇതിനെക്കുറിച്ച് ഉറുഗ്വേ പോയപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയത്. എന്തായാലും ഇവരിവിടെ ഒരു വർക്ക്ഷോപ്പ് തന്നെ നടത്തുവാണ്. ഇതാണ് മാറ്റയുടെ ഗ്ലാസ്, ഇതാണ് സ്പൂൺ, സ്ട്രോ.
ഇയർബ 2 ടൈപ്പ്. Mate, you must do it. When Flor is back, I'm gonna show you. You must pour it touching the bombilla. ഞങ്ങളുടെ അടുത്ത ഐസ്ബർഗിന്റെ സൈറ്റിംഗ് ആണ്. ഇപ്പം ഞങ്ങളുടെ റീക്യാപ്പ് ടൈമാണ്. എല്ലാ ദിവസവും 6:15 ഇന്ന് നടന്ന സംഭവങ്ങൾ, നാളെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്നതിനെക്കുറിച്ച് പറയും. പ്ലസ് എന്തെങ്കിലും കൊച്ചു കൊച്ചു ക്ലാസ്സസും ഉണ്ടാവും, ഒരു 5 മിനിറ്റ് വീതം പലരും എടുക്കുന്നത്. ഇന്നത്തെ എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ വൈകിട്ട് സൗത്ത് ജോർജിയ എത്തേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് നമുക്ക് സോഡിയാക്കിൽ കറങ്ങാൻ പോകാൻ പറ്റും. അപ്പം അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ അപ്ഡേറ്റ്സും കിട്ടാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇന്ന് വേൾഡ് സാക്സോഫോൺ ഡേ ആണ്. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള ഒരു ഗൈഡുണ്ട്, കാറ്റിയ എന്ന് പറഞ്ഞിട്ട്. അവളവിടെ നിന്ന് സാക്സോഫോൺ വായിച്ചുകൊണ്ടിരിക്കുക. Sorry.